ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ശാന്തിഗിരി ഫെസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഫ്രീ ആയിരുന്നു ടിക്കറ്റൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ തോനെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് അങ്ങോട്ട് കയറി പോവായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഒരു പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജമന്തികൾ, പിന്നെ പലതരം ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു സെറ്റാക്കി അടുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓറഞ്ച് ജമന്തി, മഞ്ഞ ജമന്തി, അങ്ങനത്തെ അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാണാൻ തന്നെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. വേറെ ഫ്ലവേഴ്സ്, പലതരം ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടിരിക്കുകയായിരുന്നു, രസിക്കുകയായിരുന്നു. ചിലരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ നമ്മൾ കണ്ട് ഒരു ഫ്രൂട്ട്സൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ഷേപ്പിൽ മീനിൻ്റെ, താറാവ്, അങ്ങനത്തെ ഒക്കെ ഷേപ്പിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു അത് കണ്ട് ഇരിക്കാനൊക്കെ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത്, ഞങ്ങൾ മാത്രമല്ല എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പല ഷേപ്പിലൊക്കെ വെച്ച് ഫിഷ് അങ്ങനത്തെ ഒക്കെ ഷേപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പല നല്ല ഷേപ്പിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ട ഒരു പാവക്കൂത്താണ്. അത് കറക്റ്റ് പേരെനിക്കറിയത്തില്ല. പാട്ടിനൊത്ത് ചേട്ടൻ അത് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാൻ. ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഇരുന്ന്. അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. പിന്നെ നമ്മൾ കയറിയത് റോബോട്ടിൻ്റെ സ്ഥലത്തായിരുന്നു. കയറുന്നതിന് ഒരാൾക്ക് 50 രൂപ വെച്ചായിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ കണ്ട് ഞങ്ങൾക്ക് വന്ന് ഷെയ്ക്കാൻ്റെയൊക്കെ തന്നായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. പക്ഷെ 50 രൂപയുടെ ഒന്നും ഇല്ലായിരുന്നു അതിനകത്ത്. പക്ഷേ കണ്ടുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു ഇതായിരുന്നു. ഞങ്ങൾക്ക് ഷെയ്ക്കാൻ്റെയൊക്കെ തന്നുകൊണ്ടില്ലേ. പിന്നെ വേറെ റോബോയെ കണ്ടിരുന്നു. നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു റോബോ ആയിരുന്നു, മിനി റോബോ. അതൊക്കെ ഞങ്ങൾ കണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പല ആൾക്കാർക്കും പോയി ഷെയ്ക്കാനൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചിലവരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയ സംസാരിക്കുന്ന റോബോട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു. കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. എല്ലാ റോബോയൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഇനി നമ്മൾ പോകുന്നത് ഇനി അടുത്ത സെക്ഷനിലേട്ടാണ്. നമുക്ക് നേരെ പോവാം. പിന്നെ നമ്മൾ പോയ ഫുഡ് സെക്ഷനിലായിരുന്നു. നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു, വയറ് ഫില്ലായതുകൊണ്ട്. പലതരം കടയൊക്കെ ഉണ്ടായിരുന്നു ഫുഡിൻ്റെ. ദോശമേള, അങ്ങനെ ലൈവായിട്ട് പലതരം ദോശയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് കണ്ട്, പക്ഷേ ഞങ്ങൾ കഴിച്ചില്ല, വയറ് ഫില്ലാണ്ട്. അപ്പോൾ നമ്മൾ അത് കണ്ട് അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് പലതരം കടകളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. നമ്മൾ പണ്ടത്തെ മുട്ടായൊക്കെ ഉണ്ടായിരുന്നു ചില കടയിൽ. ഇനി നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ പാത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കുഴപ്പമില്ലായിരുന്നു, നല്ലതൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ പലതരം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, ധർമ്മ കേന്ദ്രം. എന്തുവാണെന്നറിയാൻ വേണ്ടി നമ്മൾ അതിനകത്തൊന്ന് കയറി നോക്കുമായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് കയറുവാണ്. ഞങ്ങളെല്ലാം അതിനകത്ത് കയറുവാണ്. അതിനകത്ത് മൊത്തം ഇരുട്ടൊക്കെയാണ്. ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബുദ്ധനൊക്കെ ഉണ്ടായിരുന്നു. ചുമന്ന ലൈറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, അതും കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കണ്ട് ഇരിക്കുകയായിരുന്നു.
പിന്നെ നമ്മൾ പോയ അനിമൽസിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു. ഇവിടെ പരുന്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പലതരം അനിമൽസൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ അനിയൻ കുരങ്ങേൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ട്. അതിനിഷ്ടപ്പെട്ട അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുപ്പിച്ച്. സീബ്ര, ആൺ സീബ്ര, പെൺ സീബ്ര രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഇവിടെ പുലി, സിംഹം എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ടൈഗർ, മുയൽ എല്ലാം ഉണ്ടായിരുന്നു. ചെറിയ മുയൽ, വലിയ മുയൽ. പിന്നെയൊക്കെ നമ്മൾ പോയപ്പോൾ ആനയെ കണ്ടിട്ട്, വലിയ ആന. അതിനകത്ത് കയറാനൊന്നും പറ്റിയില്ലായിരുന്നു. നമ്മൾ ജീവനൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇവിടെ ഹിപ്പോപ്പൊട്ടാമസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഹിപ്പോപ്പൊട്ടാമസിനൊന്നും ജീവനുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കയറാൻ പറ്റത്തില്ല. ഇതിലിപ്പോൾ എല്ലാം ആയാലും. പിന്നെ അതിനകത്ത് കയറിയിരിക്കുന്നുണ്ട്. എൻ്റെ ഡൈനോസർ എല്ലാം ഉണ്ടായിരുന്നു. മുയലൊക്കെ, ചെറിയ മുയൽ. ഇവിടെ മുയലൊക്കെ ഉണ്ടായിരുന്നു തോന്നെ. പിന്നെ ഞങ്ങൾ മൂന്നുപേരും മാനിൻ്റെ പുറത്തിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അതൊക്കെ കൊള്ളായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്ത്. മാനുണ്ട്. പിന്നെ ഒരു മരം, ചക്ക, വേണ്ട തത്തയൊക്കെ ഒന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. സെറ്റപ്പായിരുന്നു. അതൊക്കെ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ഇവിടുത്തെ കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ കണ്ടൊരു ജീവനുള്ളൊരു തത്തയാണ്. പല ടൈപ്പ് ഓഫ് തത്ത. ഒരാൾക്ക് കൈ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരു 50 രൂപയായിരുന്നു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ നമ്മൾ അരേനയൊക്കെ കണ്ടായിരുന്നു. ജീവനുള്ള എല്ലാത്ത ഇതാക്കി വെച്ചേക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്ന് പോവുമായിരുന്നു. ഫ്ലവേഴ്സിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുട്ടേട്ടനില്ലേ ഫ്ലവേഴ്സ് TV-യിൽ, അത് അവിടെ ഉണ്ടായിരുന്നു. അതങ്ങോട്ട് നമ്മൾ പോയി. അപ്പം നമ്മൾ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് അതിൻ്റെ മറുപടിയൊക്കെ പറഞ്ഞായിരുന്നു. അതും കണ്ടുകൊണ്ട് നമ്മൾ ഇരിക്കുമായിരുന്നു. ചിലരൊക്കെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച്. അടുത്ത സെക്ഷനിൽ പോയപ്പോൾ നക്ഷത്രം വന്നതായിരുന്നു. നമ്മളങ്ങോട്ട് കയറി പോവുകയായിരുന്നു. ഇവിടെ പലതരം ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മൊത്തം ചെടികളാണ്, അറിയാമല്ലോ, ഫ്ലവേഴ്സ് ആയിരുന്നു മൊത്തം. നമ്മളങ്ങോട്ട് പോവുകയാണ്. അവിടെ പലതരം ചെടികളൊക്കെയാണ്, പലതരമുണ്ട്. ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഒരു കുളം കണ്ടായിരുന്നു. അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആമ, തവള അതൊക്കെ സെറ്റാക്കി വെച്ചായിരുന്നു പ്ലാസ്റ്റിക് ആയിട്ട്. പിന്നെ നമ്മളങ്ങോട്ട് പോയി ചെടിയൊക്കെ ഉണ്ടായിരുന്നു. മൊത്തം ചെടിയാണ്. അപ്പോൾ നമ്മളത് കണ്ട് രസിക്കുമായിരുന്നു. പിന്നെ നമ്മളൊരു ചെടി വാങ്ങിയായിരുന്നു, 3 ചെടി. ജമന്തി, ഓറഞ്ച് ജമന്തി, റോസ് ഡിസ്കൗണ്ട് ഇട്ട് ചെടിയൊക്കെ വാങ്ങി അവിടെ നിന്ന് പോവുകയായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്തായിരുന്നു. നല്ലൊരു ഫെസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. 3 ചെടിയായിരുന്നു. ഡിസ്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ച്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ നേരെ എല്ലാവർക്കും ബായ്. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണണേ.